നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. പിതാവായ ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവെങ്കിൽ നിന്നും നിങ്ങൾക്കെല്ലാവർക്കും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇന്ന് ഒരു പ്രധാനപ്പെട്ട അല്പം സെൻസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് ഒപ്പം പങ്കുവയ്പ്പാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ വീഡിയോയിലൂടെ ആ വിഷയത്തിന് പൂർണ്ണമായ ഒരു വിശദീകരണം ലഭ്യമാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ലെങ്കിലും ഒരു പ്രധാന ചോദ്യത്തിന് മറുപടിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത്. അത് മറ്റൊന്നുമല്ല, 1 കൊരിന്ത്യർ ലേഖനം 11-ാമത്തെ അധ്യായത്തിൻ്റെ 27 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അടുത്ത വാക്യം, ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ഈ വാക്യം പരിചയമില്ലാത്തവരാരും തന്നെ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രത്യേകിച്ച് തിരുമേശയോടുള്ള ബന്ധത്തിൽ മിക്കവാറും എല്ലാ സഭകളിലും ഇത് അനുഷ്ഠിക്കുന്ന സമയത്ത് വായിക്കുന്ന വേദഭാഗങ്ങളിൽ ഒന്നാണ് ഈ വേദഭാഗം. ഇവിടെ വളരെ കർശനമായി ദൈവദാസന്മാർ പറയാറുണ്ട്, നിങ്ങൾ ഓരോരുത്തൻ തന്നെ വിവേചിക്കണം, അയോഗ്യമായിട്ട് ഈ അപ്പത്തെ ഭക്ഷിപ്പാൻ പാടില്ല. ഇങ്ങനെയുള്ള വളരെ നിർബന്ധമായ വാർണിങ്സ് ദൈവദാസന്മാരിലൂടെ സഭയ്ക്ക് ലഭിക്കാറുണ്ട്. ഇത് കേട്ട ഒരുപാട് ആളുകൾ തിരുമേശ എടുക്കാതെ ഒഴിവായി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ തിരുമേശ എടുക്കുന്നതിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ക്ഷമ പറയാൻ പറ്റുന്നില്ലെങ്കിൽ പേപ്പറിൽ കുറിപ്പെഴുതി ഭാര്യയ്ക്ക് ഇട്ട് കൊടുക്കുന്ന ഭർത്താവിനെയും ഭർത്താവിന് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്ന ഭാര്യയും കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ എൻ്റെ ദൃഷ്ടിയിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ വളരെ കൃത്യമായ നിലയിൽ ആളുകൾ പറയാറുണ്ട്, ഇത് അയോഗ്യമായിട്ട് ഭക്ഷിച്ചാൽ അനേകർ നിദ്ര കൊള്ളുന്നുണ്ട്, അനേകർ ബലഹീനരായിട്ടുണ്ട്, അനേകർ രോഗികളായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാക്യം എന്താണ് ഇതിൻ്റെ അർത്ഥം? വളരെ ശ്രദ്ധാപൂർവം നിങ്ങളിത് കേൾക്കണം എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കും. തിരുമേശയെ സംബന്ധിച്ച വളരെ ഗൗരവമായ വിഷയങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം എന്താണെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ കൃത്യമായിട്ട് ബോധിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് AD 70 സംഭവിച്ചു കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം വിശുദ്ധ തിരുവെഴുത്തിലും അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളിലും ക്രിസ്തുവിൻ്റെ വാക്കുകളിലും വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അത് സംഭവിച്ചു, ആ തലമുറയിൽ നടന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളിൽ ഒന്ന്, കർത്താവിൻ്റെ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞിട്ടുണ്ടല്ലോ, കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ഈ 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 11:26 എങ്ങനെ പറഞ്ഞ്, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഇതൊരു വലിയ ഒരു സങ്കീർണമായിട്ടൊരു വിഷയം. അപ്പൊ കർത്താവ് വരുവോളമാണല്ലോ തിരുമേശ, അപ്പോൾ ഇപ്പോൾ തിരുമേശയ്ക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ഇതിനെല്ലാത്തിനും മറുപടി നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഒരു കൊച്ചു കാര്യത്തിന് മാത്രം ഇന്ന് മറുപടി തരാം. ആ ദൈവം അനുവദിക്കുന്നെങ്കിൽ, നമുക്ക് ദൈവം സാഹചര്യങ്ങൾ അതിന് കൃത്യമായ ബോധ്യം ലഭ്യമാകുന്നെങ്കിൽ ഇതിനെ സംബന്ധിച്ച മറ്റ് വീഡിയോസും നമുക്ക് പുറകിൽ ലഭ്യമാകും. ഇത് വേദപുസ്തകത്തിൽ അങ്ങനെ തന്നെയാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. വേദപുസ്തകം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് കൂടുതൽ റെഫറൻസുകൾ ഞാൻ എടുക്കാതെ തന്നെ ഞാനതിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം, ഈ വിഷയം കർത്താവായ യേശുക്രിസ്തു പെസഹായുടെ സമയത്ത് താനെ സ്ഥാപിക്കുന്നതാണ് ഈ തിരുമേശ എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പോൾ എന്തുകൊണ്ട് കർത്താവ് പെസഹായിൽ ഇത് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, പെസഹായുടെ ഒരു പർപ്പസ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പെസഹയുടെ പർപ്പസ് എന്ന് പറയുന്നത്, നമുക്ക് അത് പഴയ നിയമത്തിൽ കൃത്യമായിട്ട് നമുക്കറിയാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം പറയുന്നുണ്ട്,
ആബീബ് മാസം 10-ാം തീയതി നീ ഊനമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണം. 14-ാം തീയതി വരെ അതിനെ വീടിനകത്ത് വളർത്തണം. 14-ാം തീയതി സന്ധ്യയ്ക്ക്, ആബീബ് മാസം 14-ാം തീയതി സന്ധ്യയ്ക്ക് അതിനെ അറുക്കണം. അതിൻ്റെ രക്തം കുറെ എടുത്ത് കട്ടളക്കാലിലും കുറുമ്പടിമേലും പുരട്ടണം. അതിൻ്റെ മാംസം തീയിൽ ചുട്ട് അതേ കയ്പ് ചീരിയോടുകൂടെ കയ്യിൽ വടി പിടിച്ച് കാലിൽ ചെരുപ്പിട്ട് എഴുന്നേറ്റ് നിന്ന് ധൃതിയോടെ ഭക്ഷിക്കണം. ഇത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള പെസഹയാണ് എന്ന് ദൈവം പറയുന്നു. ഇത് തലമുറ തലമുറയായി നിങ്ങൾ അനുവർത്തിക്കണം എന്നും ദൈവം പറയുന്നു. നമുക്കറിയാം ആ ഒരൊറ്റ ആ പെസഹ എന്ന് പറയുന്ന ആ ശുശ്രൂഷ അല്ലെങ്കിൽ ആ ഒരു കാര്യം അവർ ചെയ്യുമ്പോൾ, ആ ഒരു ഉത്സവം അല്ലെങ്കിൽ അത് ആചരിക്കുന്നതിൻ്റെ ആ രാത്രി തന്നെ ഇസ്രായേൽ മക്കൾക്ക് മിസ്രൈമിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിപ്പാനായിട്ട് ഇടയായി. ഞാൻ പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് എന്തിന് പുറപ്പെട്ടു എന്നാണ്. നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം, എന്തുകൊണ്ട് പുറപ്പെട്ടു. അപ്പം ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കാൻ ദൈവം ആ പെസഹായുടെ സാഹചര്യത്തെ ഒരുക്കി. അതായത് കുഞ്ഞാടിൻ്റെ രക്തം കട്ടളക്കാലിലും കുറുമ്പിടിമേലും പുരട്ടിയ വീടുകളിൽ മാത്രം മരണദൂതൻ കടന്നു വന്നില്ല. ബാക്കിയുള്ള എല്ലാ ഇടങ്ങളിലും കുടിൽ മുതൽ കൊട്ടാരം വരെയുള്ള ആദ്യജാതന്മാർ കൊല്ലപ്പെട്ടു. അപ്പൊ ആദ്യജാതന്മാരുടെ മരണത്തോടുകൂടെ ഇസ്രായേൽ എന്ന് പറയുന്ന ജനത അടിമത്വത്തിൽ നിന്ന് സ്വതന്ത്രരായി. എപ്പോഴും ശ്രദ്ധിക്കണം, പെസഹായുടെ പർപ്പസ് എന്ന് പറയുന്നത് ജനത്തെ പുറപ്പെടുവിക്കുക എന്നതാണ് ആദ്യത്തെ പർപ്പസ്. രണ്ടാമത്തെ പർപ്പസ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ഒറ്റ ഉത്സവത്തിന് പ്രധാനമായിട്ട് അതിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് സ്വതന്ത്രമാക്കുക മാത്രമല്ല, ഈ പെസഹ മുഖാന്തരം പ്രാപിച്ച സ്വാതന്ത്ര്യം അവരെ കനാൻ ദേശത്ത് വരെ എത്തിക്കണം. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. ഇത് ഇടയ്ക്ക് വെച്ച് കേൾക്കാതെ അനാവശ്യമായിട്ട് നമ്മൾ വന്നിട്ട് ഒന്നും മനസ്സിലാകാത്തവരെ പോലെ സംസാരിക്കരുത്. അതായത് പെസഹ മുഖാന്തരം അവരവിടുന്ന് പുറപ്പെട്ടു. അവരെ എന്തിനാ പുറപ്പെടുവിച്ചെന്ന് ചോദിച്ചാൽ വെറുതെ അങ്ങ് വെളിയിൽ ഇറക്കിയതല്ല. അവിടെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നത് പ്രോമിസ് ലാൻഡിലെത്തണം. അപ്പോൾ പ്രോമിസ് ലാൻഡ് വരെയുള്ള ആ ഒരു ആവശ്യം, പർപ്പസ് ഈ പെസഹായിലുണ്ട്. പെസഹയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ജനത്തെ അവിടെ നിന്ന് അടിമത്വത്തിൽ നിന്ന് സ്വതന്ത്രമാക്കണം. സ്വതന്ത്രമാക്കിയിട്ട് അവരെ എവിടെ എത്തിക്കണം? കനാനിലെത്തിക്കണം. ഇപ്പൊ കനാനിൽ എത്തുന്നത് വരെ ഈ പെസഹായുടെ ഉത്സവത്തിന്റെ ഉദ്ദേശം പൂർണ്ണമായിട്ട് നിറവേറുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ജോഷുവയുടെ പുസ്തകം വായിക്കുമ്പോൾ അവര് പെസഹ അവിടെ യോർദാൻ കടന്ന് അക്കരെ എത്തി. അവര് ആബീബ് മാസം 14-ാം തീയതി പെസഹ ആചരിച്ചു. അടുത്ത വാക്യം പറഞ്ഞാൽ അടുത്ത ദിവസം മന്ന നിന്നുപോയി. ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ ദൈവം മന്ന കൊടുത്ത് എന്തിനാ? മരുഭൂ യാത്രയിൽ. അപ്പൊ മരുഭൂ യാത്രയിലെ മന്ന എപ്പോൾ അവസാനിച്ചു? എന്നാണോ കനാനിലേക്ക് പ്രവേശിച്ച ശേഷം അവർ പെസഹ ആചരിച്ചപ്പോൾ ആ പെസഹായുടെ ആചരണത്തോടുള്ള അനുബന്ധിച്ച് അടുത്ത ദിവസം തന്നെ മന്ന നിന്നുപോയി. അപ്പൊ മന്ന നിൽക്കുന്നു, അതായത് ദൈവത്തിന്റെ മരുഭൂമിയിലെ പ്രൊവിഷൻ അവസാനിച്ചു. ദൈവത്തിന്റെ ഉദ്ദേശം അവിടെ പൂർണ്ണമായി. അപ്പൊ പെസഹ കുഞ്ഞാടിന്റെ പ്രധാന ലക്ഷ്യം ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുകയല്ല, കനാനിലൂടെ കനാൻ ദേശത്തെത്തിക്കുന്നതുവരെ പെസഹായിക്ക് ഒരു പർപ്പസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ പെസഹ ആചരിച്ച് അവർ പുറപ്പെടുന്നതിന് മുമ്പ് ദൈവരോട് പറഞ്ഞു, ഇത് എല്ലാ വർഷവും നിങ്ങളിത് ചെയ്യണം, തലമുറ തലമുറയായി നിങ്ങൾക്കിത് ചെയ്യേണ്ടതായ ആചാരമാണ് എന്ന് ദൈവം പറഞ്ഞു. എന്നാൽ ഇങ്ങനെ തുടർന്നു വരുന്നു. ഏകദേശം 1500 വർഷങ്ങൾ ഇവർ പെസഹ ആചരിച്ചു. നമുക്കറിയാം, പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നു, പുളിപ്പില്ലാത്ത അപ്പത്തോടുകൂടെ ഭക്ഷിക്കുന്നു. ഒരുപാട് അതിൻ്റെ സദ്യ അല്ലെങ്കിൽ സെഡാർ എന്ന് പറയും, അതായത് പാസ് ഓവറിന് ഒരുപാട് ക്രമീകരണങ്ങളുണ്ട്. അതെല്ലാം കൂടെ ഞാനിപ്പോൾ പറയുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ പാസ് ഓവറിൽ തന്നെ 4 കപ്പുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് 4 കപ്സ് ഓഫ് പാസ് ഓവർ. ഈ 4 കപ്സും വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലെ 4 ഹല്ലേലൂയയും തമ്മിൽ ബന്ധമുണ്ട്. അതായത് ഈ 4 കപ്സിന്റെ ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലാണ്. അതിൽ 4 പ്രാവശ്യം നമുക്ക് സ്വർഗത്തിൽ ഹല്ലേലൂയ എന്ന് പറയുന്ന
ഒരു ശബ്ദം കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സ്തുതി കേൾക്കാൻ പറ്റും. അതായത് ഈ 4 കപ്പ് നിങ്ങളത് പോയി വെളിപ്പാട് ദിവസം 19 വായിച്ചാൽ മതി. ഈ 19 4 ഹല്ലേലൂയയ്ക്ക് 4 പ്രധാന കാരണങ്ങൾ. ഒന്ന്, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ മതി. ഒന്നാമത്തത് കപ്പ് ഓഫ് സാൽവേഷൻ. നമ്മൾ അവിടെ ചെന്നാൽ മനസ്സിലായി, രക്ഷയും രാജ്യവും നമ്മുടെ കർത്താവിന് വന്നിരിക്കുന്നു, ഹല്ലേലൂയ. കപ്പ് ഓഫ് സാൽവേഷൻ. രണ്ടാമത്തത്, ഐ വോണ്ട് ടു ടേക്ക് ദാറ്റ് വേഴ്സസ്. ഗ്ലോറി ടു ഗോഡ്. കാരണം അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. തൻദാസന്മാരുടെ ഒന്നാമത്തെ വലിയ പുരുഷാരത്തിന്റെ മഹാഘോഷം കേട്ടത് ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. അടുത്തത് രണ്ടാമത് കാണുന്നു, വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് ശിക്ഷ വിധിച്ചു. തനദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്തുകൊണ്ട് അവൻ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. അപ്പൊ ന്യായവിധി, കഷ്ടപ്പാട്. അവർ പിന്നെയും ഹല്ലേലൂയ, അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു. സോ രണ്ടാമത്തെ ഹല്ലേലൂയയിൽ ജഡ്ജ്മെന്റ് ഉണ്ട്, കഷ്ടതയുണ്ട്, പുക പൊങ്ങുന്നു. സോ പാസ് ഓവറിലെ രണ്ടാമത്തെ കപ്പ് എന്ന് പറയുന്നത് കപ്പ് ഓഫ് അഫ്ലിക്ഷൻ. കപ്പ് ഓഫ് അഫ്ലിക്ഷൻ. ഒന്ന് രക്ഷയുടെ കപ്പ്, രണ്ട് കഷ്ടതയുടെ കപ്പ്. ഈ കഷ്ടതയുടെ കപ്പിനകത്താണ് ഇവിടെ ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചതിനാൽ ജനങ്ങൾക്ക് എന്തില്ല? ഒരുവൻ ക്രിസ്തുവേശുവിലായാൽ അവന് ഒരു ശിക്ഷാവധിയുമില്ല. സോ രണ്ടാമത്തെ കപ്പ് ക്രിസ്തു തന്നെ പാനം ചെയ്ത കപ്പ്. ക്രിസ്തുവിന്റെ പേര് തന്നെ നമുക്ക് ക്രൈസ്റ്റിലേക്ക് നോക്കിയാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേരിടണമെന്ന്. മോചിപ്പാനിരിക്കൊണ്ട് യേശു എന്ന് പേരിടണം. അപ്പം യേശു ക്രിസ്തുവിന്റെ പേരിൽ തന്നെ ആ കപ്പുണ്ട്. ഞാൻ ഇങ്ങനെ വിശ്വസിക്കാറുണ്ട്, ക്രൈസ്റ്റ് ആ കപ്പ് പാനം ചെയ്തിട്ടാണ് ഭൂമിയിലോട്ട് വരുന്നത്. രക്ഷകൻ രക്ഷിപ്പാൻ വന്നിരിക്കും. അവന്റെ പേരിനകത്ത് തന്നെ ആദ്യത്തെ കപ്പുണ്ട്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. അപ്പോൾ കപ്പ് ഓഫ് സാൽവേഷൻ. രണ്ട്, യേശു കർത്താവ് നമുക്കറിയാം ഗത്സമന തോട്ടത്തിൽ വെച്ച് രണ്ടാമത്തെ ഒരു കപ്പ് എടുത്തു. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണം എന്ന് പറയുന്നു. അത് കഷ്ടതയുടെ കപ്പാണ്, കപ്പ് ഓഫ് അഫ്ലിക്ഷൻ. എന്ന് ഇവിടെ നമ്മൾ വെളിപ്പാട് പുസ്തകം രണ്ടാമത്തെ ഹല്ലേലൂയ കാണുന്നത്, 4 ഹല്ലേലൂയയിൽ രണ്ടാം ഹല്ലേലൂയ അവളുടെ പുക പൊങ്ങുന്നു. ദാറ്റ് മീൻസ് ജഡ്ജ്മെന്റ് കെയിം അപ്പോൺ ദ ഗ്രേറ്റ് ഹാർലറ്റ്. ദ ഗ്രേറ്റ് ഹാർലറ്റ് മറ്റൊന്നുമല്ല, ദാറ്റ് ഈസ് ജെറൂഷലേം. ഇത് മറക്കരുത്. ഇത് മർമ്മം ഏതോ വലിയ ഇറാഖിനകത്ത് വരാൻ പോകുന്ന ഒന്നുമല്ല, ഷിനാർ ദേശത്തുണ്ടാകുന്ന പട്ടണമല്ല, അവിടെ ഉണ്ടാകാൻ പോകുന്ന രാജ്യത്തെക്കുറിച്ചല്ല. പ്ലീസ് ദയവായി ശ്രദ്ധിക്കണം. മഹാവേശ്യ എന്ന് പറയുന്നത്, എപ്പോഴും ബൈബിളിൽ വേശ്യ എന്ന് പറയുന്നത് കവനന്റ് ബ്രേക്ക് ചെയ്യുന്നതാണ്. ദൈവമായിട്ട് ഉടമ്പടി ചെയ്തത് ഇറാഖുകാരല്ല, ദൈവമായിട്ട് ഉടമ്പടി ചെയ്തത് ബാബിലോൺകാരല്ല, ബാബിലോൺകാരുമായി ദൈവത്തിന് ഒരു ഉടമ്പടിയുമില്ല. ദൈവത്തിന്റെ ഉടമ്പടി ബ്രേക്ക് ചെയ്ത് ബാലിനെയും മറ്റ് അന്യദേവന്മാരെയും സേവിക്കാൻ പോയത് ഇസ്രായേലാണ്. സോ ആ ഇസ്രായേലിനെയാണ് വേദപുസ്തകം വിളിക്കുന്നത് വേശ്യ. ഇത് മനസ്സിലാക്കണേ. നമുക്ക് എസെക്കിയേലിന്റെ പ്രവചനം, ജെറമിയാവിന്റെ പ്രവചനം, യെശയ്യാവിന്റെ പ്രവചനം, ഹോശയ പ്രവചനങ്ങളിലൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് ധാരാളം വിശദീകരണങ്ങൾ കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ കപ്പ് എന്ന് പറയുന്നത് കപ്പ് ഓഫ് അഫ്ലിക്ഷൻസ്. മൂന്നാമത്തെ കപ്പിലേക്ക് നോക്കിക്കേ. 24 മൂപ്പന്മാരെ 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞു. സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. നമ്മുടെ ദൈവത്തിന്റെ സകലദാസന്മാരും ഭക്തന്മാരും ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവിൻ എന്ന് പറയുന്നൊരു ശബ്ദം സിംഹാസനത്തെ പുറപ്പെട്ടു. നോക്കി, നമ്മുടെ ദൈവത്തിന്റെ സകലദാസന്മാരും ഭക്തന്മാരും ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവിൻ. ഈ മൂന്നാമത്തെ കപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവന്റെ ജനം, അവന്റെ ഭക്തന്മാർ, ദൈവത്തിന്റെ ഭക്തന്മാർ, ദൈവത്തിന്റെ ദാസന്മാർ. ദാറ്റ് മീൻസ് ഈ കപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന, ഈ ഹല്ലേലൂയയുമായി ബന്ധപ്പെട്ട് കാണുന്ന അടുത്ത പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ കപ്പ് ഓഫ് റിഡംഷൻ. വീണ്ടെടുക്കപ്പെട്ടവർ, ദൈവത്തിന് സ്വന്തമായവർ, ദൈവം കൈവശപ്പെടുത്തിയവർ. അവിടെയാണ് നമ്മളിത് ഈ മൂന്നാമത്തെ ഹല്ലേലൂയ കാണുന്നത്. എന്തുവാ? ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ ഭക്തന്മാർ, ചെറിയവർ വലിയവർ, അവനെ വാഴ്ത്തു എന്ന് പറഞ്ഞിട്ട് ശബ്ദം പുറപ്പെടുവിക്കുന്നത് എന്താ? ഹല്ലേലൂയ എന്ന് പറയുകയാണ്. അപ്പം മൂപ്പന്മാര് ഹല്ലേലൂയ പറഞ്ഞത് എന്താണ്? അവർ വീണ്ടെടുക്കപ്പെട്ടവരാണ്, അവർ ദൈവത്തിന്റെ സന്നിധിയിൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവരാണ്. അപ്പൊ മൂന്നാമത്തെ പാസ് ഓവറിന്റെ കപ്പ് എന്ന് പറയുന്നത് കപ്പ് ഓഫ് റിഡംഷൻ. നാലാമത്തെ മറ്റൊരു കപ്പുണ്ട്. ആ കപ്പിനെ കുറിച്ച് നമ്മൾ താഴെ വായിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷവും പെരുവെള്ളത്തിന്റെ ഉരച്ചിൽ പോലെ തകർത്ത ഇടിമുഴക്കം പോലെ ഞാൻ കേട്ടത് ഹല്ലേലൂയ, സർവശക്തിയുള്ള
നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. നാലാമത്തെ ഹല്ലേലൂയയുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ കർത്താവ് രാജത്വം ഏറ്റെടുത്തിരിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ രാജത്വം ഏറ്റെടുത്തിരിക്കുന്നു നാലാമത്തെ ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, പാസ് ഓവർ കപ്പില് നാലാമത്തെ കപ്പിന്റെ പേരെന്താണ്? കപ്പ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, അല്ലെങ്കിൽ കപ്പ് ഓഫ് ദ കൺസ്യൂമേഷൻ. മറ്റു വേറൊരു പേര് കപ്പ് ഓഫ് എലൈജ എന്നൊക്കെ പറയും. എലിയാവിന്റെ കപ്പ്, കൺസ്യൂമേഷൻ കപ്പ്, അതുപോലെ ദൈവരാജ്യത്തിന്റെ കപ്പ്. ഇങ്ങനെ 4 കപ്പാണ് നമ്മൾ വേദപുസ്തകത്തില് പെസഹയുമായി ബന്ധപ്പെട്ട് കാണും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതെല്ലാം കൂടെ ഓരോന്നും എടുത്ത് ധാരാളമായിട്ട് ബൈബിൾ റെഫറൻസുകൾ എടുത്ത് പുതിയ നിയമം പഴയ നിയമം ഒക്കെ എടുത്ത് നമ്മൾ വിശദീകരിച്ചാൽ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. ഇനി പ്രധാനമായിട്ട് അറിയേണ്ട വേറൊരു കാര്യം, ഇപ്പം 4 കപ്പ്, ഈ 4 കപ്പും ക്രിസ്തുവേശുവിൽ എങ്ങനെ പൂർണ്ണമായി ഞാൻ പറയാം. 1, യേശു രക്ഷയുടെ കപ്പ് പാനം ചെയ്തവനായിരുന്നു. 2, കഷ്ടതയുടെ കപ്പ് അവൻ ഗത്സമനയിൽ പാനം ചെയ്തു. 3, മൂന്നാമത്തെ കപ്പ് നമ്മൾ കാണുന്നത്, ആ കപ്പാണ് മിശിഹാ തമ്പുരാൻ പാസ് ഓവറിൽ യേശു കർത്താവ് പറഞ്ഞു, എനിക്ക് നിങ്ങളെ വിട്ട് പിരിയുന്നതിന് മുമ്പ് ഒരു പെസഹ ആചരിപ്പാൻ ആഗ്രഹിക്കുന്നു, വാഞ്ചിക്കുന്നു. അതിനുവേണ്ടി അവർ വിരിച്ചൊരുക്കിയ മാളികമുറി അതിനുവേണ്ടി ഒരുക്കുന്നു. കൃത്യമായി നമുക്കറിയാം, ഇതെല്ലാം അപ്പോസ്തലന്മാർ ഇതെല്ലാം ഒരുക്കുകയാണ്. അവരുടെ കൂടെ 12 പേരോട് കൂടെ യേശു കർത്താവ് പെസഹായിക്കിരിക്കുന്നു. പെസഹായിക്ക് ഇരുന്ന ശേഷം യേശു ക്രിസ്തു, എനിക്ക് തോന്നുന്നു പെസഹ സംഭവിക്കുന്ന യേശുവിന്റെ കാൽവറി മരണത്തിലാണ്, പക്ഷെ അഡ്വാൻസ് ആയിട്ട് അത് പഴയ നിയമത്തിൽ അവർക്ക് അതിനുള്ള അവകാശം ഉണ്ടായിരുന്നു. ചില സമയങ്ങളിൽ യാത്രയ്ക്ക് മുമ്പോ മറ്റ് ചില സന്ദർഭങ്ങളിൽ അവർക്ക് പെസഹ ക്രമീകരണം ചെയ്യാനുള്ള അവകാശം പഴയ നിയമം പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ യേശു കർത്താവ് അഡ്വാൻസ് ആയിട്ട് ഒരു പെസഹ ആചരിക്കുകയാണ്. ആ പെസഹ ആചരിച്ച ശേഷം കർത്താവ് യേശു ക്രിസ്തുവിനെ ആ പെസഹയുടെ നടുവിൽ വെച്ച്, ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽ പറയുന്നില്ല പ്ലീസ്. അതിൽ ഇവര് പുളിപ്പില്ലാത്ത അപ്പത്തെ 3 അപ്പങ്ങൾ അവരിങ്ങനെ അടുക്കടുക്കായിട്ട് വെച്ചിരിക്കും. അതില് ഒന്നാമത്തെ അപ്പം, നമ്മളിത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അവൻ അപ്പം ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ ആദ്യത്തെ അപ്പം എടുത്തവർ ഭക്ഷിക്കും. ആദ്യത്തെ വീഞ്ഞ്, ഫസ്റ്റ് വീഞ്ഞ്, രണ്ടാമത്തെ വീഞ്ഞ്, രണ്ടാമത്തെ കപ്പ് വീഞ്ഞൊക്കെ കുടിച്ചിട്ട്, ഞാനിത് കൂടുതൽ ഡീറ്റെയിൽ പറയുന്നില്ല. അതിൽ രണ്ടാമത്തെ അപ്പം എടുത്ത ശേഷം ആ രണ്ടാമത്തെ അപ്പത്തെ അവർ 2ആയിട്ട് മുറിക്കും. രണ്ടാമത്തെ അപ്പത്തെ അവർ മുറിച്ചെടുത്തിട്ട് ആ മുറിച്ച അപ്പം ഒരു പീസ് എടുത്ത്, ആ മുറിച്ചതിൻ്റെ ഒരു പീസ് ഒരു വെളുത്ത തുണി, അതായത് ഒരു ലിനൻ, ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു ലിനൻ ക്ലോത്തിൽ ഇത് നന്നായിട്ട് പൊതിഞ്ഞ് ഈ അപ്പത്തെ എടുത്തുകൊണ്ട് ആ വീടിനകത്തെ ഹെഡ് ഓഫ് ദറ്റ് ഫാമിലി, പിതാവ്, ഈ ശീലയിൽ അല്ലെങ്കിൽ ഈ ലിനൻ ക്ലോത്തിൽ ചുറ്റിയ ഈ അപ്പം എടുത്തുകൊണ്ട് ഭവനത്തിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഒളിച്ചു വെക്കും. ഒളിച്ചു വെച്ച ശേഷം ഒത്തിരിയും കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ മനോഹരമാണത്. എല്ലാറ്റിനും പുതിയ നിയമത്തിൽ നമുക്കതിൻ്റെ ഒരു മനോഹാരിത കാണാൻ പറ്റും. ഇത് കൊണ്ടുവന്ന് ഒളിച്ചു വെച്ച ശേഷം തൻ്റെ കുഞ്ഞുങ്ങളോട് പറയും, നിങ്ങൾ പോയി അത് കണ്ടുപിടിക്കണം. നിങ്ങളത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കത് കണ്ടെത്താൻ പറ്റിയാൽ, ആർക്ക് കണ്ടുപിടിക്കുന്നു അവർക്ക് അപ്പൻ എന്ത് ചെയ്യും? ഒരു പ്രോമിസ് കൊടുക്കും, എന്തെങ്കിലും ഒരു പ്രോമിസ് കൊടുക്കും. അതിനെ ഇങ്ങനെയാണ് പറഞ്ഞത്, ഫാദേഴ്സ് പ്രോമിസ്, പിതാവിൻ്റെ വാഗ്ദത്തം. അപ്പൊ ആരെല്ലാം ഈ ശീലയിൽ ചുറ്റിയ ഈ അപ്പത്തെ കണ്ടുപിടിക്കുന്നു അവർക്ക് എന്താണ്? പിതാവിൻ്റെ വാഗ്ദത്തം ലഭിക്കും. അപ്പൊ ഇത് അഫിക്കോമൻ എന്ന് പറയും അതിന്, അതായത് മറയപ്പെട്ട് രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇപ്പം. എന്നാൽ മിശിഹാ തമ്പുരാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇത് അങ്ങനെ തന്നെ അതിൽ സംഭവിച്ചു. പക്ഷേ ഈ പ്രാവശ്യം ഈ ഒളിച്ചു വെക്കാൻ പോകുന്ന, ലിനനിൽ പൊതിയാൻ പോകുന്ന ഈ അപ്പം മറ്റൊന്നുമല്ല, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ബെറിയലാണ്. ബറീഡ് സംഭവം. അവനെ ആരെയും ഇതുവരെയും വെച്ചിട്ടില്ലാത്ത നിക്കോദിമോസിന്റെയും അല്ലെങ്കിൽ അരമത്തിക്കാരൻ ജോസഫിന്റെ കല്ലറയിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്തു. ആ ക്രിസ്തുവിനെ ആര് കണ്ടെത്തുന്നു അവർക്ക് പിതാവായ ദൈവം ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. ആ പ്രോമിസ് മറ്റൊന്നുമല്ല, ഞാൻ പിതാവിനോട് കേട്ട വാഗ്ദത്തം, പരിശുദ്ധ റൂഹ. പഴയ നിയമത്തിൽ പാസ് ഓവർ അനുഷ്ഠിക്കുമ്പോൾ പിതാവ് കൊടുക്കുന്ന പ്രോമിസ് അവിടെ നിഴലായിട്ട് നിൽക്കുമ്പോൾ, പുതിയ നിയമത്തിൽ ക്രൈസ്റ്റ് പറയുക, ആരെല്ലാം മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനെ കണ്ടെത്തുന്നുവോ, ആരവനെ വിശ്വസിക്കുന്നു, ആരവനെ സ്വീകരിക്കുന്നുവോ അവർക്ക് പിതാവിൻ്റെ വാഗ്ദത്തം ലഭിക്കും. അത് മറ്റൊന്നുമല്ല, പരിശുദ്ധ ആത്മാവ്. അപ്പോൾ രണ്ടാമത്തെ അപ്പം എടുത്തിട്ട്
ഈ ഒരെണ്ണം കൊണ്ടുവന്ന് ഒളിച്ച് രണ്ടാമത്തെ അപ്പം എടുത്ത് വാഴ്ത്തി പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധ റൂഹയും കാണിക്കുന്നു എന്ന് അതിൽ ചില വിശദീകരണങ്ങൾ കൊടുക്കാറുണ്ട്. രണ്ടാമത്തെ അപ്പം ക്രിസ്തുവിനെ കാണിക്കുന്ന, ക്രിസ്തു ആ നുറുക്കപ്പെട്ടത്, ആ നുറുക്കപ്പെട്ട അപ്പമാണ് യേശു ക്രിസ്തു എടുത്തിട്ട് വാഴ്ത്തി നുറുക്കി തൻ്റെ ശിഷ്യന്മാരെ കൊടുത്തിട്ട് പറയുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടി ഉള്ള എൻ്റെ ശരീരം. ഞാൻ മൈന്യൂട്ട് ഡീറ്റെയിലേക്കൊന്നും പോകുന്നില്ല. അവിടെ നുറുക്കപ്പെട്ടു എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതാണ് അതിൻ്റെ പ്രധാന വിഷയം. നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട ശരീരം എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അത് ഏതെങ്കിലും പരിഭാഷയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പുനർപരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, തകർക്കപ്പെടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നുറുക്കപ്പെടുക. കാരണം യേശുക്രിസ്തുവിൻ്റെ ശരീരം തകർക്കപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ ത്വക്കാണ് തകർക്കപ്പെട്ടത്. കാരണം അവൻ്റെ അസ്ഥികളൊന്നും ഒടിയാൻ പാടില്ല എന്നുണ്ട്. ഇഫ് ഹിസ് ബോഡി ഈസ് ടോട്ടലി ബ്രോക്കൺ, അസ്ഥിയും കൂടെ ഒടിയേണ്ടി വരും. പക്ഷെ അസ്ഥി ഒടിഞ്ഞിട്ടില്ല. കാരണം പാസ്ഓവർ ലാമ്പിൻ്റെ അസ്ഥി ഒടിയാൻ പാടില്ല എന്ന് നിയമമുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, മൈന്യൂട്ട് ഡീറ്റെയിൽസ് അതൊക്കെ. യേശു ആ അപ്പം എടുത്ത് ഇവരുടെ കൈ കൊടുത്തു, ഇതെന്റെ ശരീരമാകുന്നു, വാങ്ങി ഭക്ഷിപ്പിൻ. അതുകൊണ്ട് തന്നെ പാനപാത്രം എടുത്തു. ഇത് അനേകരുടെ പാപങ്ങളുടെ മോചനത്തിനായി ചൊരിയുന്ന പുതുനിയമത്തിനുള്ള എൻ്റെ രക്തം എന്ന് പറഞ്ഞ യേശു എടുത്തു കൊടുത്തത് മൂന്നാമത്തെ കപ്പാണ്. ആ മൂന്നാമത്തെ കപ്പിനെ പറയുന്ന പേര് കപ്പ് ഓഫ് റിഡംഷൻ, വീണ്ടെടുപ്പിന്റെ കപ്പ്. അപ്പൊ വീണ്ടെടുപ്പിന്റെ കപ്പ് അവർ ഭക്ഷിച്ച്, ആ അപ്പം ഭക്ഷിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം, ഈ അപ്പം എന്ന് പറയുന്നതാണ് അഫിക്കോമൻ, അല്ലെങ്കിൽ ആ അപ്പത്തിന്റെ അപ്പം ആർക്ക് ലഭിക്കുന്നു? ആ മുറിച്ചെടുത്ത അപ്പത്തിന്റെ ബാക്കി ഭാഗമാണ് മുറിച്ചെടുത്ത അപ്പത്തിന്റെ ബാക്കി ഭാഗമാണ് യേശു തന്റെ ശരീരമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ആ ഫുൾ അപ്പം ക്രൈസ്റ്റിനെയാണ് കാണിക്കുന്നത്. അത് ഭക്ഷിക്കുമ്പോൾ അവരോട് പറഞ്ഞു, ഇത് എൻ്റെ രക്തമാണ്, ഇത് പുതുനിയമത്തിലുള്ള എൻ്റെ രക്തം. അത് വീണ്ടെടുപ്പിന്റെ കപ്പാണ്. അപ്പൊ ശ്രദ്ധിക്കണം, ഈ കപ്പ് കുടിക്കുമ്പോൾ ഇവരോട് പറയാ, നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നു എന്നല്ല, നിങ്ങളെ ഞാൻ വീണ്ടെടുക്കും. അതായത് ഇവർക്ക് വീണ്ടെടുപ്പിന്റെ പ്രോമിസായിട്ട് ഈ കപ്പെടുത്തവർക്ക് കൊടുക്കുകയാണ്. എല്ലാവരും ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവെന്ന് പറയുന്നു. അപ്പൊ ഇത് അവരുടെ വീണ്ടെടുപ്പിന്റെ പ്രോഗ്രാം ആരംഭിച്ചിരിക്കുക, പുതുനിയമം ആരംഭിക്കുകയാണ്. ഈ കപ്പ് അവർ പാനം ചെയ്തു എന്ന് അതിനുശേഷം നമുക്കറിയാൻ പറ്റും, അവര് സ്തോത്രഗാനം പാടി, അപ്പവും ഭക്ഷിച്ച ശേഷം സ്തോത്രഗാനം പാടി അവർ ഒലിവുമലയിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ എന്ത് ചെയ്യുന്നത്? അവര് കാട്ടിക്കൊടുക്കുന്നത്, അറസ്റ്റ് ചെയ്യുന്നതൊക്കെ. ഓക്കെ, ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഇനി ഇവിടെ യേശു കർത്താവ് ഈ മൂന്നാമത്തെ കപ്പ് എടുത്തിട്ട് നാലാമത്തെ കപ്പിനെ കുറിച്ച് പറയുന്നൊരു വാചകമുണ്ട്. ഇത് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലുമുണ്ട്. അപ്പൊ ഞാൻ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അത് എന്താണെന്ന് എന്നൊന്ന് ജസ്റ്റ് വായിച്ച് കേൾപ്പിക്കാൻ ശ്രമിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 17 മുതൽ, അവൻ പാനപാത്രം എടുത്ത് വാഴ്ത്തിയത് പങ്കിട്ടുകൊള്ളുവിൻ, ദൈവരാജ്യം. അടുത്തത് ഞാൻ അതിന് മുകളിൽ തൊട്ട് വായിക്കാൻ ആഗ്രഹിക്കുക. 15-ാം വാക്യം. അവൻ അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുൻപ് ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചിയോട് ആഗ്രഹിച്ചു. അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുവോളം ഞാനിനി അത് കഴിക്കില്ല. അപ്പൊ ദൈവരാജ്യത്തിൽ എന്തുണ്ട്? നിവൃത്തിയാകുവോളം. അപ്പൊ ദൈവരാജ്യത്തിൽ നിവൃത്തിയാകാൻ വേണ്ടിയുള്ള എന്തോ ഒന്നായത് കിട്ടുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ സ്ഥാപിക്കുന്ന എന്തോ ഈ സ്ഥാപനം എവിടത്തേക്ക്, ഇതിന്റെ ഫുൾഫിൽമെന്റ് എവിടാ? ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. നിങ്ങൾ മനസ്സിലാക്കി, അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുവോളം ഞാൻ ഇനി അത് ഇപ്പൊ നിവൃത്തിയാകുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഈ ആരംഭിച്ചത് ഇതിന്റെ ഫുൾഫിൽമെന്റ് എന്ന് പറഞ്ഞാൽ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഞാൻ നേരെ തിരിച്ചു വരികയാണ്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ അന്ന് ആബീബ് മാസം 14-ാം തീയതി സന്ധ്യയ്ക്ക് അറുത്ത ആട്ടിൻകുട്ടിയുടെ ആ പെസഹ എന്തിന്റെ ഫുൾഫിൽമെന്റ്? എന്താണ് അതിന്റെ? അതെവിടെ ഫുൾഫിൽ ആകുന്നത്? ഫുൾഫിൽഡ് ഇൻ ദ പ്രോമിസ് ലാൻഡ്. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. അപ്പൊ യേശു ക്രിസ്തു പറയാണ്, ഈ വിരിച്ചൊരുക്കിയ മാളിക മുറിയിൽ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് തരുന്ന ഈ അപ്പവും വീഞ്ഞും ഇത് എവിടെ നിവൃത്തിയാകുമ്പോൾ? ദൈവരാജ്യത്തിൽ നിവൃത്തിയാകണം. അപ്പൊ ദൈവരാജ്യത്തിൽ എത്തുമ്പോൾ മാത്രമേ ഈ പാസ് ഓവറിന്റെ ഫുൾഫിൽമെന്റ്, അല്ലെങ്കിൽ ഈ തിരുമേശയുടെ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷ പറഞ്ഞ കർത്തൃമേശയുടെ, ഹോളി കമ്മ്യൂണിയന്റെ, ഞാനിപ്പോൾ സ്ഥാപിക്കുന്ന ഈ പുതുനിയമത്തിന്റെ വിരുന്നിന്റെ ഫുൾഫിൽമെന്റ് നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ചുമ്മാതെ എല്ലാ ദിവസവും ആര് കൂടുമ്പോഴൊക്കെ തിന്നുകൊണ്ടിരുന്നു, പേടിച്ചും ഭയന്ന് തിന്നുകൊണ്ട് അങ്ങനല്ല. നമ്മൾ ഇന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ന് നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞു വേണം ഭക്ഷിക്കാൻ.
അല്ലാതെ നമ്മൾ വെറുതെ പേടിച്ച് വിറച്ച് അയ്യോ ഞാൻ പാപിയാണ്, ഞാൻ ദോഷിയാണ് എന്ന് പറഞ്ഞ് ഭയന്ന് വിറച്ചും ഞാൻ ചത്തുപോയെന്നൊക്കെ പേടിച്ച് പാസ്റ്റർമാർ പേടിപ്പിച്ച് ഇങ്ങനെ ഭക്ഷിക്കാറുണ്ട്. ഇതങ്ങനെ അല്ല. ഇത് ഈ തിരുമേശയ്ക്ക് ഒരു പർപ്പസ് ഉണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കുക. ഇന്ന് കാത്തോലിക്ക സഭയാണെങ്കിലും മാർത്തോമാ സഭയാണെങ്കിലും CSC ആണെങ്കിലും ബെന്തിക്കോസ് ആണെങ്കിലും എല്ലാവരും ഈ ഒരു കാര്യത്തിനകത്ത് അതീവ ശ്രദ്ധാലുക്കളും ഭയങ്കരമായിട്ട് ഒരു റെവറൻസിലാണ് അവർ തോന്നുന്നത്. കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം അപ്പം എടുത്തിട്ട് പറയുന്നത് അങ്ങ് സാക്ഷാൽ കർത്താവിന്റെ ശരീരമാണ്, അല്ലെങ്കിൽ അതങ്ങ് വസ്തുമാറ്റം സംഭവിക്കുന്നു എന്നൊക്കെ അവർ പറയാം. ബാക്കിയുള്ളവരെ സംബന്ധിച്ചോളം അങ്ങനെ പറയുന്നില്ല. എന്നാൽ ഇവരാരും തന്നെ എന്തിനാ ഇതെന്ന് പറയുന്നില്ല. എന്താണ് ഇതിന്റെ പർപ്പസ്? എനിക്ക് ഭയങ്കര സംശയമുള്ളത് ഇവരെന്താ ഇത് പറയാതെ, അല്ലെ എന്താ ഇത് മനസ്സിലാക്കാതെ? അപ്പൊ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് ഇത് കൊടുക്കുമ്പോൾ പറഞ്ഞു, ഇത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുമോ അത് കഴിക്കയില്ല എന്ന് പറഞ്ഞു. അതാ പെസക. അപ്പൊ ദൈവരാജ്യത്തിൽ എന്തുണ്ട്? ഒരു പെസകയുണ്ട്. അപ്പൊ പെസക എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാ? ദൈവരാജ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കണം. ഇപ്പൊ ഈ ആരംഭിച്ചതിന്റെ പർപ്പസ്, ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങൾ ദൈവരാജ്യത്തിൽ എത്തണം. അടുത്തത്, പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി ഇത് പങ്കിട്ടുകൊള്ളുവിൻ ദൈവരാജ്യത്തിൽ. അടുത്തത്, ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇനി കുടിക്കുകയില്ല എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, ഇത് തിരുമേശയല്ല, ഇത് പെസകയ. ഇപ്പൊ കിടത്തേക്കുന്ന അപ്പം തിന്നോളാൻ പറഞ്ഞു. ഇത് ഞാൻ ദൈവരാജ്യത്തിൽ വരുവോളം ഭക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞു. അടുത്ത് പറഞ്ഞു, പാനപാത്രം എടുത്ത് വാഴ്ത്തി ഇത് പങ്കിട്ടുകൊള്ളുവിൻ ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിയുടെ അനുഭവം ഇന്ന് മുതൽ കുടിക്കുകയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അടുത്ത വാക്യം നോക്കിയേ, ദൈവരാജ്യം വരുവോളം ഞാനിതിന് ഇത് കുടിക്കയില്ല എന്ന് പറയുന്നു. അടുത്ത വാക്യം, പിന്നെ അവൻ അപ്പം എടുത്ത്, വീണ്ടും നോക്കുക, പിന്നെ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇതെന്തോ? അപ്പൊ ആദ്യം കൊടുത്ത എന്താണ്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആദ്യം കൊടുത്ത എന്താണ്? പാസ് ഓവർ. പെസഹായിലുള്ള അപ്പം ഇങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ അപ്പം. പിന്നെ അവൻ അപ്പം എടുത്തത് ഏതപ്പം? സെക്കൻഡ്. എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ആദ്യത്തെ അപ്പം അവരോട് ഇത് നിങ്ങൾ പങ്കിട്ടോളാം. വീണ്ടും അപ്പം എടുത്തിട്ട് അവൻ തന്നെ വാഴ്ത്തി അവൻ തന്നെ നുറുക്കിയിട്ട് അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം. നിങ്ങൾക്കായി തകർക്കപ്പെടുന്ന എൻ്റെ ശരീരം എന്നല്ല, നിങ്ങൾക്കായി നൽകുന്ന എൻ്റെ ശരീരം. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. സ്തോത്രം. എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എന്താ ഓർമ്മയാ? പൗലോസ് അതിന് വിശദീകരണം കൊടുത്തു. ഇത് നിങ്ങൾ ഭക്ഷിക്കുമ്പോഴൊക്കെയും അവന്റെ മരണത്തെ പ്രസ്താവിക്കുകയാണ്. ഇറ്റ്സ് ദ മെമ്മോറിയൽ ഓഫ് ഹിസ് ഡെത്ത്, ഇറ്റ്സ് ഡിക്ലറേഷൻ ഓഫ് ഹിസ് ഡെത്ത്. ഓർമ്മയ്ക്കായി ചെയ്യുന്നു. അടുത്ത്, അവന്റെ തന്നെ പാനപാത്രം അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു എന്ന് പറഞ്ഞു. എൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു. എന്നാൽ നമ്മൾ മത്തായിയുടെ സുവിശേഷം മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ ഇത് പറഞ്ഞ ശേഷം യേശു പറയാണ്, ദൈവരാജ്യത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ പുതുതായി കുടിക്കും നാൾ വരെ. ജസ്റ്റ് ഐ വോണ്ട് ടു ടേക്ക് ദാറ്റ് വേഴ്സ് ഇൻ മാത്യു ചാപ്റ്റർ 26. ഹല്ലേലൂയ. അതിന്റെ 27 വാക്യം, പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്തവർക്ക് കൊടുത്ത് എല്ലാവരും ഇത് നിന്ന് കുടിപ്പിൻ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിന്റെ രക്തം. എന്റെ പിതാവിന്റെ രാജ്യത്തിൽ, എല്ലാവരും ശ്രദ്ധിക്കും, എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കും നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഇനി മുന്തിരിവള്ളിയുടെ അനുഭവം ദൈവരാജ്യത്തിൽ നിങ്ങളോടൊപ്പം പുതുതായി കുടിക്കും നാൾ വരെ. വളരെ പ്രധാനപ്പെട്ട ഒരു ടെർമിനോളജി ഉപയോഗിച്ചു, പുതുതായി കുടിക്കും നാൾ വരെ. മീനിങ് ഓഫ് ദാറ്റ് വേഴ്സ്. എന്തിനെ കുറിച്ചാണ് യേശു ക്രിസ്തു ഇത് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, മൂന്നാമത്തെ കപ്പെടുത്ത് വാഴ്ത്തി നുറുക്കിയിട്ട് പറഞ്ഞു, ഇത് പുതു നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് ന്യൂ കവനന്റ് സ്ഥാപിച്ചു. റിഡംഷൻ. ലുക്ക് അറ്റ് മീ, എന്നെ നോക്കുക. പാസ്ഓവറിൽ എന്താ സംഭവിച്ചത്? റിഡംഷൻ. ഫ്രം വേർ? ഫ്രം ഈജിപ്റ്റ്. But Jesus Christ is going to start another
എക്സഡസ്. എല്ലാവരും ഇത് കേൾക്കണം. യേശു ക്രിസ്തു രണ്ടാമത്തെ ഒരു പുറപ്പാട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, മോശസ് പുറപ്പാട് സ്റ്റാർട്ട് ചെയ്തത് പാസ് ഓവറിലാണ്. യേശുവും പുറപ്പാട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് രണ്ടാം പുറപ്പാട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ യു ക്യാൻ ഗോ ആൻഡ് റീഡ് ഐസിയ ചാപ്റ്റർ 11. ഞാൻ ഒരിക്കൽ കരങ്ങൾ നീട്ടി, ഇനിയും ഞാൻ ഒരിക്കൽ കൂടെ എന്ത് ചെയ്യും? കൈകൾ നീട്ടും. എന്തിനാ? അശൂരിൽ നിന്നും, പൊന്തോസിൽ നിന്നും, ഗലാത്തിയിൽ നിന്നും, കപ്പദോക്കിയിൽ നിന്നും, അവിടെ ഇവിടെ എല്ലാം ചിതറിക്കിടക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? ശേഖരിക്കും എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു എന്ന ഈശായിയുടെ കുറ്റിയിൽ നിന്ന് വന്ന മുളച്ച ആ കൊമ്പ് ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തു ചെയ്യാൻ പോകുന്ന ഒരു രണ്ടാം പുറപ്പാട്. ഈ രണ്ടാം പുറപ്പാട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റഡിയാണ്. ഇത് നമ്മുടെ ഇടയിലൊന്നും ആരും പറയാറില്ല. അറ്റ്ലീസ്റ്റ് ഇത് പറയുന്നത് ഈ ഫുൾഫിൽഡ് എസ്കറ്റോളജി പഠിപ്പിക്കുന്നവർ മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ആത്മലോകത്ത് ഇതൊരു പുതിയ വാക്കാണ്, രണ്ടാം പുറം. ഈ പദമാണ് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ മോശയും ഏലിയാവും മറരൂവ് മലയിൽ യേശുക്രിസ്തുവിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു, അവൻ യെരുശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു എന്ന് പറയുന്നു. നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. അവിടെ നിര്യാണം എന്നതിന് കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് വാക്ക് ഡിസീസ് എന്നാണ്. ഡിസീസ്, മരണം എന്നുള്ളത്. പക്ഷെ അതിന്റെ ഹീബ്രു ഗ്രീക്ക് വേർഡ് എക്സഡസ് എന്ന, പുറപ്പാടാണ്. അതായത് യേശു ക്രിസ്തു യെരുശലേമിൽ നിന്ന് അവിടെ വെച്ച് പ്രാപിപ്പാൻ പോകുന്ന, അല്ലെങ്കിൽ അവിടെ നിന്ന് ആരംഭിക്കാൻ പോകുന്ന പുറപ്പാടിനെ കുറിച്ച് സംസാരിച്ചു. കാരണം മോസസ് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് ഭൗതിക കനാനിലേക്ക് എത്തിച്ചെങ്കിൽ യേശു ക്രിസ്തു ജനത്തെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് പുതുനിയമമെന്ന പുതുവാന ഭൂമിയിലേക്ക്, ദൈവരാജ്യത്തിലേക്ക്, പിതാവിന്റെ രാജ്യത്തിലേക്ക്, അത് നിഴലായിരിക്കുമ്പോൾ ഇത് പൊരുളായിരിക്കുന്ന ആത്മീകമായ രാജ്യത്തിലേക്ക് നയിക്കുവാൻ പോകുന്ന പുറപ്പാടിന്റെ ആരംഭമാണ് ഈ തിരുമേശ. മോശയുടെ കാലത്ത് ആരംഭിച്ച ആ പെസഹായ്ക്ക് പൂർത്തീകരണം വന്നത് എന്താണ്? എവിടെയാണ്? അക്ഷരികമായ പൂർത്തീകരണം വന്നത് പാസ് ഓവർ. അതിന്റെ പൂർത്തീകരണം വന്നത് കനാൻ ദേശത്തെത്തിയപ്പോഴാണ്. മിശിഹാതമ്പുരാൻ പറഞ്ഞതാണ്ട്, ഞാൻ രണ്ടാമതൊരു പുറപ്പാട് ആരംഭിക്കുമ്പോൾ ഇത് എവിടെയാണ് അവസാനിക്കാൻ പോകുന്നത്? ഇത് കനാനിലല്ല അവസാനിക്കാൻ പോകുന്നത്, ഇത് ദൈവത്തിന്റെ രാജ്യത്തിലാണ്. അപ്പൊ പഴയ നിയമത്തിലെ കനാൻ ദേശം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ നിഴലാണ്. പുതിയ നിയമത്തിലെ ദൈവരാജ്യം ആത്മീകമാണ്. എൻ്റെ രാജ്യം ഐഹികമല്ല. അപ്പൊ ആ കിങ്ഡം ഓഫ് ഗോഡിലേക്ക് ജനങ്ങൾ എത്തണം. അതിലേക്കുള്ളൊരു പുറപ്പാട് ആരംഭിക്കുന്നു. അതിന്റെ തുടക്കത്തിൽ ക്രൈസ്റ്റ് തന്നെ പാസ് ഓവർ ലാമ്പാകുന്നു. ഒരു പുതിയ ഉടമ്പടി ആരംഭിക്കുന്നു. ആ ഉടമ്പടിക്ക് എടുത്ത സബ്സ്റ്റൻസ് എവിടെ നിന്ന് എടുത്തു? പാസ് ഓവറിൽ നിന്ന് തന്നെ എടുത്തു. അതും കൃത്യമായി രണ്ടാമത്തെ അപ്പത്തിന്റെ നുറുക്ക്, മൂന്നാമത്തെ കപ്പ്, ഇതൊക്കെ എടുത്തിട്ടാണ് യാത്ര ആരംഭിക്കുന്നത്. ശ്രദ്ധിക്കൂ പ്രിയരെ, ഈ യാത്ര മുമ്പോട്ട് പോവുകയാണ്. കനാനിലേക്ക് എത്തുകയാണ്. കനാനിലെത്തുന്നത് വരെ പാസ് ഓവർ തുടർന്നേ പറ്റത്തു. അപ്പൊ ഞാൻ പറയുന്നത്, യേശു എന്തുകൊണ്ടാണ് ഞാൻ ദൈവത്തിന്റെ രാജ്യത്തിൽ പുതുതായി കുടിക്കുന്ന ആൾ വരെ ഇനി മുന്തിരിവള്ളിയുടെ അനുഭവം കുടിക്കുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തിനെ ഉദ്ദേശിച്ചാ പറഞ്ഞറിയോ? ദ ഫോർത്ത് കപ്പ് ഈസ് ദെയർ. നാലാമത്തെ കപ്പ് അവിടെ ഉണ്ട്. ദാറ്റ് ഈസ് ദ കപ്പ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കപ്പ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിന്റെ കപ്പ്. അതാ പറഞ്ഞത്, നിങ്ങളോടൊപ്പം എൻ്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോട് കൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ. അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞു, ദൈവരാജ്യം ഏതാ? എല്ലാവരും ഇനി ഭാവിയിൽ എവിടെയോ, കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ എബ്രായ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് മനസ്സിലാക്കണം. ഇനി ഞാൻ ആളുടെ പേര് പറഞ്ഞ് ആളുകൾക്ക് ദോഷം വരുത്തുന്നില്ല. എബ്രായ പണ്ഡിതൻ പറഞ്ഞത്, സ്വർഗത്തിൽ എന്തുണ്ട്? കുടിയുണ്ട്, തീറ്റിയുണ്ട്. കാരണം യേശു പറഞ്ഞിട്ടുണ്ടത്, പിതാവിന്റെ രാജ്യത്തിൽ കുടിക്കുമെന്ന്. അദ്ദേഹം എബ്രായ ഭാഷയുടെ പണ്ഡിതനാണ്. സത്യം പറഞ്ഞ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം. ചില റിലീജിയന്റെ അകത്ത് നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ എത്ര പണ്ഡിതനായാലും പൊട്ടനായിപ്പോ. നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക മതമുണ്ട്. ആ മതത്തിന്റെ ആളുകൾ ആ മതം അവരുടെ തലയിൽ കയറി കഴിഞ്ഞാൽ പറയുന്ന ഒന്നും ബോധമില്ല. ഇതുപോലെ ഈ പണ്ഡിതന്മാരുടെയും പ്രശ്നം. ഇവർ വിചാരിച്ചിരിക്കുന്ന സ്വർഗത്തിൽ പോയിട്ട് ഇനി അവസാനത്തെ മുന്തിരിക്കപ്പ് അവിടുത്തെ കുടിക്കുമെന്ന്. ദ ഫോർത്ത് കപ്പ് ഇസ് ദ കപ്പ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. എപ്പോഴാ ദൈവരാജ്യം, എപ്പോഴാ കിങ്ഡം സംഭവിക്കുന്നത്? എപ്പോഴാ കിങ്ഡം വരുന്നത്? എപ്പോഴാ പിതാവിന്റെ രാജ്യം? മത്തായിയുടെ സുവിശേഷത്തിലേക്ക് പറഞ്ഞാൽ മതി. ജസ്റ്റ് നോക്കിയാൽ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം, അതിൻ്റെ
27 വാക്യം. മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തി തക്കം പറഞ്ഞു കൊടുക്കും. അത് മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ടെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? ഈ വാക്യം ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും വിശ്വസിക്കാത്ത വാക്യമായിരുന്നു. വിശ്വസിക്കുന്നില്ല. അവർക്ക് യേശു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവ് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണെങ്കിൽ എന്താ ഈ വാക്യം എന്താ ചേട്ടായി വിശ്വസിക്കാൻ പറ്റാത്തത്? മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്ത ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്താ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വാക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്? ഇതിന്റെ അർത്ഥം എന്താ? സിമ്പിൾ. നിങ്ങൾ ഈ നിൽക്കുന്നവരുടെ മരണം ചിലരുടെ സംഭവിക്കുന്നതിന് മുമ്പ് ഈ തലമുറയിൽ, ഈ അപ്പോസ്തലന്മാരുടെ തലമുറയിൽ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ശിഷ്യവൃന്ദത്തിന്റെ തലമുറയിൽ ഞാൻ വരുമെന്നാ പറഞ്ഞു. അതാ യേശുവിന്റെ വരവ്. ഇതിനെ ഡിഫീറ്റ് ചെയ്യാൻ ഇവിടെ ഒരൊറ്റ ഫ്യൂച്ചറിസ്റ്റുകാർക്ക് പറ്റത്തില്ല. നിങ്ങളുടെ കഴുത്തെ കൊളുത്തിടുന്ന വാക്യത് അവന്റെ രാജ്യം, പിതാവിന്റെ രാജ്യത്തിൽ. അതുകൊണ്ടാണ് എപ്പോഴാണ് പിതാവിന്റെ രാജ്യത്തിലേക്ക് യേശു വരുന്നത്? അവന്റെ സെക്കൻഡ് കമ്മിങ്. ഇത് എപ്പോഴാണ് സാധ്യമാകുന്നത്? അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കി. 8-ാം അധ്യായം നോക്കി. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. കിഴക്ക് നിന്നും പടിഞ്ഞാറും അനേകർ അബ്രഹാമിനോട് ഇസ്ഹാക്കിനോട് യാക്കോബിനോട് കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. ഒരുപാട് രാജ്യമൊന്നുമില്ല കേട്ടോ. പിതാവിന്റെ രാജ്യം, പുത്രന്റെ രാജ്യം, സ്വർഗരാജ്യം, കൺഫ്യൂഷൻ ഒന്നും ആവുണ്ട്. ദൈവരാജ്യം, സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. രാജ്യത്തിന്റെ പുത്രന്മാരെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കിടും. അവിടെ കരച്ചിലും പല്ലുകടി ഉണ്ടാകും. ഇപ്പൊ രാജ്യത്തിന്റെ പുത്രന്മാരെ ഇരുട്ടിലേക്ക് തള്ളിക്കളഞ്ഞപ്പോൾ AD 70. ഇന്ന് നമ്മൾ കാണുന്ന യഹൂദൻ രാജ്യത്തിന്റെ പുത്രനൊന്നും അല്ല. അത് തീർന്നു. രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഇരുട്ടി തള്ളിക്കളയും. എപ്പോ? അബ്രഹാമിനോട് ഇസ്ഹാക്കിനോട് യാക്കോബിനോടും കൂടെ കിഴക്കുന്നും തെക്കുന്നും വടക്കുന്നും പടിഞ്ഞാറും അനേകർ വന്ന് പന്തിക്കിരിക്കും. ആ പന്തി ഏതാ? ദൈവരാജ്യത്തിന്റെ പന്തി. ആ പന്തിയിൽ ആരോടെ കാണുമെന്ന് യേശു പറഞ്ഞത്? ഞാൻ എൻ്റെ പിതാവിന്റെ പന്തി നിങ്ങളോടൊപ്പം. ആ നിങ്ങളോടൊപ്പം തന്റെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, കിഴക്ക് തെക്ക് വടക്ക് പടിഞ്ഞാറെന്നെല്ലാം വരുന്ന സകല വിശുദ്ധന്മാർ, അവരെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഞാൻ അവരോടുകൂടെ പന്തിക്കിരിക്കുമെന്ന് പറഞ്ഞില്ലേ? അങ്ങനല്ലേ പറഞ്ഞേ? അപ്പൊ ആ പന്തിക്കകത്ത് കർത്താവ് പറയും, ഞാൻ പിതാവിന്റെ രാജ്യത്തിൽ വരുവോളം മന്ത്രിയുടെ അനുഭവം എന്താ? പുതുതായി കുടിക്കും. പുതുതായി കുടിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കണ്ടുപിടിക്കണം. ഞാനിപ്പോൾ അതിന് വ്യാഖ്യാനം കൊടുത്താൽ ഒരു ചേട്ടനും വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ അതിന്റെ വ്യാഖ്യാനം ഇപ്പൊ പറഞ്ഞില്ല. പുതുതായി കുടിക്കുക എന്ന വാക്കിനർത്ഥം മാത്രം പറ കെയ്നോസ്. കെയ്നോസ് എന്ന വാക്കിന്റെ അർത്ഥം ഡിഫറെന്റ് ഫോം, ഡിഫറെന്റ് നേച്ചർ, ഡിഫറെന്റ് ക്വാളിറ്റി. ഇപ്പൊ ഞാൻ കുടിച്ച വീഞ്ഞ്, ഇപ്പൊ ഞാൻ ഭക്ഷിച്ച അപ്പം, ഇപ്പൊ നിങ്ങളോടുകൂടെ ഞാൻ എടുത്ത മീല്, അത് അക്ഷരിയാണ്. ദൈവരാജ്യത്ത് നിങ്ങളോടൊപ്പം ഞാൻ കുടിക്കാൻ പോകുന്നത് ഡിഫറെന്റ് ഫോമിലാണ്. കെയ്നോസ്, നോട്ട് നിയോസ്. കെയ്നോസ് മീൻസ് ഡിഫറെന്റ് ഫോം, ഡിഫറെന്റ് നേച്ചർ, ഡിഫറെന്റ് ക്വാളിറ്റി. ഇപ്പൊ നിങ്ങൾ കുടിച്ച വീഞ്ഞ് അക്ഷരികമായ മുന്തിരിന്ന് വന്ന വീഞ്ഞ. പക്ഷെ ഞാൻ ദൈവരാജ്യത്തിൽ നിങ്ങളോട് ഒരുമിച്ച് പാനം ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് എ ഡിഫറെന്റ് ക്വാളിറ്റി ആയിരിക്കും. അത് വേറൊരു ഫോമിലായിരിക്കും. ഇതുപോലെ ഇങ്ങനെ വാവുകൊണ്ട് കുടിക്കുകയല്ല, ഡിഫറെന്റ് ഫോം. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. സമയത്തിന് മുമ്പേ നിങ്ങൾ എന്നെ ഉപദ്രവിക്കാൻ വരരുതെന്നല്ല പണ്ട് ഞാൻ പറഞ്ഞതുപോലെ, മനസ്സിലാകാതെ ഉപദ്രവിക്കാൻ വരരുത്. അപ്പൊ ഇതുകൊണ്ട് വ്യാഖ്യാനിക്കുമെന്ന് എനിക്കറിയത്തില്ല, പോട്ടെ, ഞാൻ തമാശ പറഞ്ഞു. അപ്പൊ ഇത് നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം, ഇറ്റ് എ ഡിഫറെന്റ് ഫോം, എ ഡിഫറെന്റ് നേച്ചർ ആൻഡ് ഡിഫറെന്റ് ക്വാളിറ്റി. അപ്പൊ ഇന്ന് ദൈവരാജ്യത്തിൽ ക്രിസ്തുവിനോടൊപ്പം പാനം ചെയ്യുന്ന ഏത് കപ്പാണ്? നോട്ട് ദ കപ്പ് ഓഫ് റിഡംഷൻ. കപ്പ് ഓഫ് റിഡംഷൻ ഇസ് ഓൾറെഡി ഫുൾഫിൽഡ് ഓൺ AD 70. യെരൂശലേമിനെ ചുറ്റുമ്പോൾ ഓർത്തോണം വന്ന് നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. എന്തിനാ?
വീണ്ടെടുപ്പടുത്തിരിക്കയാൽ. ഈ വാക്യമൊക്കെ എടുത്ത് ഇന്ന് 21ാം നൂറ്റാണ്ടിലും ക്രിസ്തീയ സഭയിൽ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ എന്ന് നമ്മുടെ യോഗത്തിന് പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ആരുടെ വീണ്ടെടുപ്പ്? നമ്മുടെ ആരുടെ വീണ്ടെടുപ്പല്ല ഇത്. ഓൾഡ് കവനന്റ് പീപ്പിൾ കിടന്ന ജനത്തിന്റെ വീണ്ടെടുപ്പ്. ആ വീണ്ടെടുപ്പ് അടുത്തിരിക്കുക, തലകൾ ഉയർത്തി വരുന്നു. അപ്പൊ റിഡംഷന്റെ കംപ്ലീഷൻ സംഭവിക്കുന്ന കർത്താവിന്റെ വരവിലാണ്. അത് AD 70 സംഭവിച്ചിരുന്നു. ഓക്കെ, ഞാൻ മുമ്പോട്ട് വരിക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം, ഇതിപ്പോ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഷോർട്ട് ചെയ്തിട്ട് അടുത്ത എങ്ങനെ എന്തുകൊണ്ടാണ് അതിന്റെ ബാക്കി ഭാഗം ഞാൻ പിന്നെ വിശദീകരിക്കാം. ഓക്കെ, ഇവിടെ എന്താണ് പാസ് ഓവർ എന്ന് ഞാൻ പറയാം. പാസ് ഓവറിന്റെ പേർപ്പസ് സെക്കൻഡ് എക്സഡസ്, അത് മറക്കരുത്. രണ്ടാം പുറപ്പാട്. ഇന്ന് നിങ്ങൾ ദയവായി ശ്രദ്ധിക്കണം, ഇന്ന് മുഴു ക്രൈസ്തവ സഭ, നിങ്ങൾ എന്നെ തെറി വിളിച്ചാലും കുഴപ്പമില്ല, ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല, എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഇന്ന് നിങ്ങൾ എടുക്കുന്ന തിരുമേശയ്ക്ക് ദൈവം ഉദ്ദേശിച്ച പർപ്പസ് ഇല്ല. ഇത് നിങ്ങൾക്ക് അനുഷ്ഠിക്കാൻ തന്നത് എന്ന് മാത്രമേ നിങ്ങൾക്ക് അറിയൂ. അത് പേടിച്ചും വിറച്ചും കരഞ്ഞും എബ്രായ പണ്ഡിതൻ പറഞ്ഞേക്കണം, നിലവിളിച്ചു അലറിക്കൂ, അങ്ങനെ അലറിക്കൂകി നിങ്ങൾ എടുക്കുന്ന ഒരു ആചാരം മാത്രം. നിങ്ങൾ ഇന്ന് എടുക്കുന്ന തിരുമേശയ്ക്ക് യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും ഉദ്ദേശിച്ച പേർപ്പസ് ഇല്ല. ഇന്ന് നമ്മൾ തിരുമേശ എടുക്കുമ്പോൾ ആകെ ഒരു പർപ്പസ്, കർത്താവിന്റെ കാൽവറി ഓർക്കും. അത് പർപ്പസ് അല്ല, അത് മെമ്മോറിയല. റിമെമ്പറിങ് ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്, റിമെമ്പറിങ് ഹിസ് സാക്രിഫിഷ്യൽ വർക്ക് ഓൺ ദ ക്രോസ്, റിമെമ്പറിങ് ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ക്രോസ്. ഇതൊക്കെ നമ്മൾ തിരുമേശ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് ആ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ. എന്നാൽ ഇതിന്റെ പേർപ്പസ് എന്ന് പറയുന്നത് യേശുവിനെ ഓർക്കുക, കാൽവരി ഓർക്കാൻ വേണ്ടി മാത്രമല്ല. ഈ ഓർക്കുക എന്നുള്ളതിന്റെ അർത്ഥം തന്നെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. എന്തുകൊണ്ടായിരിക്കാം ഇവര് ഈ പെസഹ എന്നത് അവരുടെ എവിടാ കനാൻ ദേശത്ത് എത്തുന്നത് വരെ ഇപ്പൊ പാസ് ഓവറിന്റെ പർപ്പസാണ്. പാസ് ഓവറാ തുടങ്ങുന്നത്. പാസ് ഓവർ ഫിൽഫിൽ ആവുന്ന എവിടെയാ? കനാലിലെത്താം. കനാലിൽ എത്തുമ്പോൾ എവിടെയായി? കൂടാരവാസം. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ശ്രദ്ധിച്ചേക്കാം. ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത് പാസ് ഓവറിൽ, അവസാനിക്കുന്നത് കൂടാരപ്പെരുന്നാൾ. കൂടാരപ്പെരുന്നാളാകുമ്പോൾ തന്നെ എവിടെ എത്തുക? കനാലിലെത്തുക. ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കുക, കനാലിലെത്തുക. അപ്പൊ തുടങ്ങിയത് എവിടാ? അപ്പൊ ഈ പാസ് ഓവറിന് എന്തെല്ലാം പവർ ഉണ്ട് ശ്രദ്ധിക്കുക. പാസ് ഓവറിന്, യേശുവിന്റെ കാൽവറി മരണത്തിന്, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളുമായിട്ട് ബന്ധമുണ്ട്, ഉയർപ്പുമായി ബന്ധമുണ്ട്. അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തുകൊണ്ടാണ് ആത്മാവ് വന്നത്, പെന്തിക്കോസ്തുമായിട്ട് ബന്ധമുണ്ട്. അവൻ ഉയർത്തത് കൊണ്ടാണ് കാഹളധ്വനി പെരുന്നാൾ ആദ്യ ഫലമായിട്ട് ഉയർത്തെഴുന്നേറ്റു. സോ യേശുക്രിസ്തുവിന്റെ പാസ് ഓവറും കാഹളധ്വനി പെരുന്നാളുമായി ബന്ധമുണ്ട്. യേശുക്രിസ്തുവിന്റെ കാൽവറി മരണവും അതിൽ ചെരിഞ്ഞ രക്തം വിശുദ്ധാന്തര മന്ദിരത്തിലേക്ക് പോയിട്ട് പാപങ്ങൾക്ക് പരിഹാരം കൊടുത്ത് തിരികെ വരുന്ന മഹാപാപ പരിഹാര ദിവസവുമായി ഈ പാസ് ഓവറിന് ബന്ധമുണ്ട്. അപ്പൊ ഈ പാസ് ഓവർ എന്ന് പറയുന്ന ഒറ്റ ഫെസ്റ്റിവലിനകത്ത് ബാക്കി മുഴുവൻ കിടക്കുക. അവസാനമായിട്ട് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്ന് പറഞ്ഞ് വിശുദ്ധ സഭ ദൈവത്തിന്റെ സന്നിധി ഇറങ്ങി താഴേക്ക് വരികയും ദൈവകൂടാരം മനുഷ്യരുടെ നടുവിൽ അടിക്കപ്പെടുകയും ചെയ്യുന്നതിന്റെ കാരണവും ക്രിസ്തുവിന്റെ കാൽവരി മരണം. സോ പാസ് ഓവറിന്റെ പർപ്പസിനകത്ത് ഈ ബാക്കിയുള്ള സകല ഫെസ്റ്റിവൽസും വരുന്നു. The foundation of all these festivals is Passover. The foundation of all these festivals is Passover. There is no Passover, there is no Sukkot. There is no Passover, there is no Yom Kippur. There is no Passover, there is no Rosh Hashanah. Praise the Lord. There is no Passover, there is no Pentecost. ഇതാണ് എന്റെ കാരണം. അപ്പം പാസ് ഓവർ ആരംഭിക്കുന്നു, അത് എവിടെ എത്തിക്കണം? ഈ കനാനിൽ എത്തുമ്പോഴേക്ക് എത്ര ഉത്സവങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ്? 7 ഉത്സവം. ഒരു ഉദാഹരണം പറയാം. കാരണം ഒന്നാമത്തെ പാസ് ഓവർ മോസസ് നടത്തി. ഒന്നാമത്തെ പുറപ്പാട് മോശയിലൂടെ സംഭവിച്ചു. രണ്ടാമത്തെ പുറപ്പാട് യേശുവിലൂടെ സംഭവിക്കുകയാണ്. യേശുവാണ് രണ്ടാം പുറപ്പാടിന്റെ നേതാവ്. ഈ രണ്ടാം പുറപ്പാടില് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവർ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തങ്ങൾക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറയാൻ കാരണം. ഇങ്ങനെ ചെയ്യാൽ അനേകർ നിദ്ര കൊള്ളുന്നു, അനേകർ ബലഹീനരും രോഗികളുമാവുന്നു. ഈ ഒരു മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരികയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കും? ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ പശ്ചാത്തലം ഇതാ.
ഇത് രണ്ടാം പുറപ്പാട്. ഈ പുറപ്പാടിൽ ഇവരെവിടെ എത്തിയിട്ടില്ല? ഇവർ കനാനിൽ എത്തിയിട്ടില്ല. എവിടുന്ന് പുറപ്പെട്ടു? മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു. പുതിയ നിയമത്തിലെ മിസ്രയീം ഏതാണ്? വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ യെറൂശലേം, അപ്പോസ്റ്റേറ്റ് യെറൂശലേം. പുതിയ നിയമത്തിലെ ബാബിലോൺ ഏതാണ്? യെറൂശലേം. പുതിയ നിയമത്തിലെ സോദോം ഗോമോറ ഏതാണ്? യെറൂശലേം. ഇപ്പൊ എവിടുന്നാ യാത്ര പുറപ്പെടേണ്ട? ഫ്രം ഈജിപ്റ്റ്, ഫ്രം ബാബിലോൺ. അവളെ വിട്ട് പുറപ്പെട്ടു പോകുവിൻ, പുറപ്പെടുക. ഫ്രം സോദോം ആൻഡ് ഗോമോറ. ഇവിടുന്ന് ആരാ ഈ ജനതയെ നയിക്കുന്നവരാണ്? ക്രൈസ്റ്റ്. എവിടെ എത്തിക്കണം? പ്രോമിസ് ലാൻഡിൽ എത്തിക്കണം. ഏതാ പ്രോമിസ് ലാൻഡ്? പിതാവിന്റെ രാജ്യം. പ്രൈസ് ദി ലോർഡ്. പിതാവിന്റെ രാജ്യം, പിതാവിന്റെ രാജ്യം. അപ്പൊ പിതാവിന്റെ രാജ്യമാണ് പ്രോമിസ് ലാൻഡ്. അവിടെ എത്തിക്കണം. ദാറ്റ് ഈസ് സ്പിരിച്വൽ. അപ്പൊ അവിടെ എത്തുന്നത് വരെ എന്ത് ചെയ്യണം? ഈ തിരുമേശ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. ഇത് അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇതുകൂടെ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് അടുത്ത വീഡിയോ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ഞാൻ തരും. നിങ്ങളത് കേൾക്കണം. അവിടെയാണ് ഞാനിത്, കാരണം ഇത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് ഇത് ഭയങ്കര ഡീറ്റെയിൽ സ്റ്റഡി ഒന്നുമല്ല. ഇതെനിക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാൻ പോയാൽ മണിക്കൂറുകൾ ഇത് പറയേണ്ടി വരും. ഒരുപാട് മണിക്കൂർ പറയേണ്ടി വരും. ഒരുപാട് നിങ്ങൾക്ക് അതിനുള്ള സമയമില്ലല്ലോ. എന്തുകൊണ്ട് മരണത്തെ പ്രസ്താവിക്കണം? അതിൽ ഒരു റീസൺ ഞാൻ ഇന്ന് പറയാം, ഒരു റീസൺ നാളെ അടുത്ത വീഡിയോ പറയാം. ഒരു റീസൺ എന്താണ് മരണം? കുരിശ്, അതായത് പാസ് ഓവർ ലാം ഡൈഡ്. The death of the Passover lamb is the redemption of the firstborn. അപ്പൊ കനാനിലേക്ക് എത്തുന്ന ആ ജനതയ്ക്ക് എന്താ പറയണ്ടേ? ഫസ്റ്റ് ബോൺ, ആദ്യ ഫലം. അതുകൊണ്ടാണ് പറയുന്നത് ആദ്യ ഫലമായി ദൈവം തിരഞ്ഞെടുത്തവർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കണ്ടില്ല, 1,44,000 പേര്. ഈ 1,44,000 പേര് ആരാണ്? ഈ ആളുകൾ പഠിപ്പിക്കുന്ന അറിയോ? മഹോപദ്രവകാലത്ത് രക്ഷിക്കപ്പെടുന്ന യഹൂദന്മാരാണ്. കഷ്ടം. മഹോപദ്രവകാലത്ത് രക്ഷിക്കപ്പെട്ട യഹൂദന്മാർ തന്നെ. പക്ഷേ അത് ഫസ്റ്റ് ഫ്രൂട്ട് ആവുന്ന എങ്ങനെ? ആദ്യഫലം ആവുന്ന എങ്ങനെ? അത് ആദ്യഫലം ആവുന്ന എങ്ങനെയെന്ന് പറ. ആദ്യഫലം എന്ന് പറഞ്ഞാൽ കൊയ്ത്തിന് മുമ്പല്ലേ? കൊയ്ത്തിന് ആദ്യം ഇറക്കുന്നവരല്ലേ ആദ്യഫലം? ഈ 1,44,000 പേര് ഒടുക്കത്തിലാണ് രക്ഷിക്കപ്പെടുന്നതെങ്കിൽ അതെങ്ങനെ ആദ്യഫലം? അത് അവസാനത്തെ ഫലം ആവത്തില്ലേ? ആദ്യഫലമാകണമെങ്കിൽ ഫസ്റ്റ് ഫ്രൂട്ട്. ഞാൻ വിശ്വസിക്കുന്നു ഫസ്റ്റ് ആദ്യജാതനെ കൊന്ന് ആദ്യ ജാതന് പകരമായി അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കൊന്ന് ആരംഭിച്ച പുറപ്പാട് എവിടെ എത്തിക്കുന്നു? കനാനിലെത്തും. അപ്പൊ കനാനിലെത്തുന്ന ആ ഫസ്റ്റ് ഗ്രൂപ്പ്, that is the first fruit of the harvest. That is the first century Christians before AD 70. ഇവരാണ് ആദ്യമായിട്ട് എങ്ങോട്ട് പ്രവേശിക്കുന്നത്? ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഉദാഹരണം പറയാം, ഒന്ന് ഹോൾഡ് ചെയ്യാൻ എന്നോട് പറയാം. പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ട ആർക്ക് വേണ്ടിയാണ്? ഇസ്രായേലിന് വേണ്ടി മൊത്തമാണോ? അല്ല. പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടത് ഇസ്രായേലിലെ ആദ്യജാതന് വേണ്ടി. എല്ലാരെയും കൊല്ലൂല്ല. അപ്പൊ ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ ആദ്യജാതന്മാരുടെ ഒരു സഭയുണ്ട്, ഫസ്റ്റ് ഫ്രൂട്ട്. ഈ ആദ്യജാതനാണ് ഫസ്റ്റ് ഫ്രൂട്ട്. ഈ ഫസ്റ്റ് ഫ്രൂട്ട് ചർച്ചാണ് 1,44,000 പേര്. അതാണ് അവരെ സകല ജാതികളിൽ നിന്നും വംശങ്ങളും ദൈവത്തിന് ആദ്യ ഫലമായി തെരഞ്ഞെടുത്ത്. വെളിപ്പാട് പുസ്തകം 14 വായിക്കുക, 7 വായിക്കുക. ഫസ്റ്റ് ഫ്രൂട്ട്. സോ പാസ്ഓവറിന്റെ പർപ്പസ് ഇസ് ടു redeem the first fruit from death. Praise the Lord. Praise the Lord. Praise the Lord. അപ്പൊ ഇവര് അതാണ് ആദ്യജാതൻ, അതാണ് ഫസ്റ്റ് ഫ്രൂട്ട്. അവരാണ് ആദ്യം ഇവിടെ പ്രവേശിച്ചത്, കനാനി പ്രവേശിച്ചു. അപ്പൊ പക്ഷെ കനാനി പ്രവേശിക്കുന്നതിന് മുമ്പ് എന്ത് സംഭവിച്ചു? അവർക്ക് തടസ്സം എന്തായിരുന്നു? അവർക്ക് തടസ്സം ഒരു വലിയ മതിലായിരുന്നു, അല്ലേ? എരിഹോ മതിൽ, ജെറിഹോ മതിൽ. എന്താ സംഭവം നിങ്ങൾക്കറിയാമോ?
ജെറിഹോ മതിലിനെ കുറിച്ച്, ജെറിഹോ എന്ന ആ പട്ടണം ആരാധിക്കുന്നത് മൂൺ ഗോഡിനെയാണ്. മൂൺ ഗോഡ്. മൂൺ ഗോഡ് നമുക്കറിയാം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മൂൺ ഗോഡ്. റോഷ് ഹഷന ഈസ് ബേസ്ഡ് ഓൺ ന്യൂ മൂൺ. റോഷ് ഹഷന എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ന്യൂ മൂൺ. അപ്പോൾ ഞാനൊരു ലെജൻഡിൽ വായിച്ച ഇങ്ങനെയാണ്, പഴയ ഒരു വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചതാണ്, എൻ്റെ ഓർമ്മയിലുള്ള കാര്യം പറയാം. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്. ഈ ജെറിഹോവിൽ ഒരു പ്രത്യേകതയുണ്ട്. ജെറിഹോവിലെ രാജാവിനെ വാഴിക്കുന്നത് ജെറിഹോവിലെ ജനങ്ങളെല്ലാം ആ പട്ടണത്തിന്റെ പുറത്തിറങ്ങി. നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടില്ലേ, ദൈവം ജോഷുവോട് പറഞ്ഞ എന്താണ്? നീ ഒരു കാര്യം ചെയ്യ്, ജനങ്ങളെല്ലാം കൂട്ടി യെരിഹോ മതിലിന് ചുറ്റും നടക്കണം. ഇത് 30 ലക്ഷം പേരുണ്ടെന്നൊക്കെ ആയി ചിലർ വിശ്വസിക്കുന്നത് കേട്ടോ. അത്രയൊന്നുമില്ല. 30 ലക്ഷം പേര് ഒരു പട്ടണത്തെ ചുറ്റുമ്പോൾ ആ പട്ടണം എത്രയും വലുതായിരിക്കണം. ഇങ്ങനെ ചുറ്റി ചെന്ന വാലില്ല, പാമ്പ് ചുറ്റുന്ന പോലെ ഇരിക്കും. കാരണം ഫ്രണ്ട് വന്നാലും ബാക്ക് തീരത്തില്ല. ചുറ്റിത്തിരുന്ന പരിപാടി നടക്കത്തില്ല കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് വേണേ. എരിഹോ എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണം. ആ ചെറിയ പട്ടണത്തെ 40 ലക്ഷം പേര് ചുറ്റാൻ പറ്റത്തില്ല. ചുറ്റിയാൽ ആ ചുറ്റെന്ന് പറഞ്ഞാൽ സ്പൈറൽ ഇങ്ങനെ സ്പ്രിങ് പോലെ ഇരിക്കും. തീരത്തില്ല. എവിടെ തീരും? ജനത്തിന് ഒരുമിച്ച് ചുറ്റി തീരാൻ പറ്റത്തില്ല. കാരണം ചുറ്റിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. പോട്ടെ. ഇനി അന്നത്തെ രാജാവിന് ഒരു പ്രത്യേകതയുണ്ട്. രാജാവ് രാജസ്ഥാനത്തിലേക്ക് കയറി വരുന്നത് റോഷ് ഹഷന, അതായത് റോഷ് ഹഷന എന്ന് പറഞ്ഞാൽ അവരുടെ വർഷത്തിന്റെ ആരംഭത്തിൽ, ശ്രദ്ധിച്ചേക്കണേ, വർഷാരംഭത്തിൽ മൂൺ അവിടെ എന്താ പറയുന്നത്, ചന്ദ്രൻ ഉദിക്കുന്ന ആ ദിവസം. അതുകൊണ്ട് അവരുടെ ഉദിക്കുമ്പോൾ അവരുടെ ദൈവം, ഇവിടെ രാജാവ് പുതുതായിട്ട് വരുന്ന പുതിയ രാജാവ് ഉദിച്ചു വരുന്നു എന്നുള്ള ചിത്രം അനുസരിച്ച് അവരെന്ത് ചെയ്യും? ആ ദിവസം എരിഹോ പട്ടണത്തിലെ മുഴുവൻ ആളുകളും വലിയൊരു പ്രോസഷൻ നടക്കും. മുൻപിൽ രാജാവും രാജാവിൻ്റെ പരിവാരങ്ങളും കുടുംബവും റോയൽ ഫാമിലി ഇങ്ങനെ അതിന് ചുറ്റും നടക്കും. ഒറ്റ പ്രാവശ്യം രാജാവ് നടക്കത്തുള്ളൂ കേട്ടോ. അടുത്ത ശേഷം എന്ത് ചെയ്യുന്നറിയാമോ? 2-ാം ദിവസം വീണ്ടും ഒന്നുകൂടെ ചുറ്റും, 3-ാം ദിവസം വീണ്ടും ചുറ്റും, 4-ാം ദിവസം വീണ്ടും ചുറ്റും, 5, 6, 7 ദിവസങ്ങളിൽ 7 പ്രാവശ്യം ചുറ്റും. ഇത് എരിഹോവിലെ ഒരു പ്രൊസഷനാണ്. അവിടുത്തെ മൂൺ ഗോഡിനോടുള്ള ബന്ധത്തിലുള്ള ഒരു പ്രൊസഷനാണ്. 7-ാമത്തെ പ്രാവശ്യം ഇവരെന്ത് ചെയ്യും? ഇവര് ഭയങ്കരമായിട്ട് ശബ്ദമുണ്ടാക്കി വാദ്യോപകരണം ഉപയോഗിച്ച് അതിശക്തമായ നിലയിൽ ഘോഷിച്ചിട്ട് വിളിച്ചു പറയും, രാജാവ് നീണാൾ വാഴട്ടെ, രാജാവാണ് സർവ്വലോകത്തിന്റെ രാജാവ് എന്നൊക്കെ പറഞ്ഞ് രാജാവിനെ കുറിച്ചുള്ള പുകഴ്ച 7-ാമത്തെ പ്രാവശ്യം 7 പ്രാവശ്യം ചുറ്റുമ്പോൾ അവർ ചെയ്യും. അങ്ങനെ എരിഹോവിലെ രാജാവ് രാജത്വം സ്വീകരിക്കുകയും വാഴ്ത്തപ്പെട്ടവനാകുകയും വലിയ ഉയർന്ന ആ പദവിയിലേക്ക് സ്ഥാനാരോഹണം ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനെ വരുന്നത് ഈ ദിവസം അവരുടെ പ്രൊസഷൻ്റെയാണ്. തമ്പുരാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ജെറിഹോവിന് വളരെ പരിചയമുള്ളൊരു പരിപാടിയായി 6 ദിവസം ചുറ്റി, 7-ാം ദിവസം ചുറ്റിയിട്ട് 7 ദിവസം. പക്ഷെ ഇപ്രാവശ്യം അന്ന് രാജാവ് ഒരു പ്രാവശ്യം ചുറ്റത്തുള്ളൂ. ഈ പ്രാവശ്യം രാജാവിനെയും കൊണ്ട്, രാജാവ് രഥത്തിലാണ് വരുന്നത് കേട്ടോ. എന്നാൽ ഈ പ്രാവശ്യം രാജാവ് മഹാരാജാവിന്റെ പെട്ടകവുമായി പുരോഹിതന്മാർ മുമ്പ് നടക്കണം. 7 കാഹളം പിടിച്ച് 7 പുരോഹിതന്മാർ ഫ്രണ്ടിലുണ്ടാവണം. 7 ദിവസം ഓരോ പ്രാവശ്യം ചുറ്റണം. 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റണം. അങ്ങനെ 13 പ്രാവശ്യം ചുറ്റണം. ശ്രദ്ധിച്ചേക്കണം, 13 പ്രാവശ്യം. ഈ 13-നൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക. 13 പ്രാവശ്യം ചുറ്റണം. 13 പ്രാവശ്യം ചുറ്റുമ്പോൾ അവസാനത്തെ പ്രാവശ്യം 7 പുരോഹിതന്മാർ കാഹളമൂതണം. ഈ കാഹളമൂതി കഴിയുമ്പോൾ ജനം ആർപ്പിടണം, എരിഹോ മതിൽ താഴെ വീഴും. അവസാനത്തെ 7 ട്രംഫറ്റ് ഊതിക്കഴിയുമ്പോൾ പട്ടണമതിൽ താഴെ. ഇത് തന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിലും സംഭവിച്ചത്. വെളിപ്പാട് പുസ്തകത്തിൽ എന്താ സംഭവിച്ചത്? 7-ാമത്തെ കാഹളം ഊതുമ്പോൾ ലോകരാജ്യത്ത് നമ്മുടെ കർത്താവിനും ക്രിസ്തുവിനും സ്വന്തമായി ഇതാ മതിൽ താഴെ വീണു. യെരൂശലേം താഴെ വീണു. പഴയ നിയമ യെരൂശലേമിന്റെ മതിൽ താഴെ വീണു. ആലയം താഴെ വീണു. 7th trumpet is the last trumpet. ആ ലാസ്റ്റ് ട്രംഫറ്റിൽ യേശു ക്രിസ്തു ആരായി? രാജ്യത്തിൽ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും അന്ത്യകാഹളത്തോടും. ആ കാഹളം എപ്പോഴാ?
ക്രിസ്തു സിംഹാസനസ്ഥനായി തന്റെ രാജ്യത്തിൽ മഹത്വത്തോടെ വരികയാണ് ക്രിസ്തു. ആ മഹത്വത്തോട് വരുന്ന സംഭവം ഇവിടെ കാഹളം ധ്വനിക്കപ്പെട്ട് രാജാവ് ഉയർത്തപ്പെടുമ്പോൾ മറു സൈഡിൽ മതിൽ വീഴുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവരാജ്യത്തിന്റെ രാജത്വത്തിലേക്ക് അതേ കയറിപ്പോയ മിശിഹാ തമ്പുരാൻ തിരികെ ആ രാജപദവിയിലേക്ക് തിരികെ എത്തുമ്പോൾ പഴയ യെരൂശലേമിന്റെ മതിൽ താഴെ വീഴുന്നു. ഏഴാമത്തെ കാഹളത്തിൽ, ആ ഏഴാം കാഹളത്തിൽ മരിച്ചവരുടെ പുനരുത്ഥാനം സംഭവിക്കുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, ആരാണ് ആദ്യം അകത്ത് കയറുന്നത്? മിസ്രയീമിൽ നിന്ന്, ഫറവോന്റെ നാട്ടിൽ നിന്നിറങ്ങി ആദ്യജാതന്മാരുടെ രക്ഷയ്ക്കായി പെസഹയാചരിച്ച ജനം, അവർ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതൊരു നിഴലായിട്ട് സംഭവിക്കുക. ഇത് അവിടെ സംഭവിച്ച ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചു, ഇത് 13. ഞാൻ ആ 13 ഒന്നുകൂടെ വന്നോട്ടെ. ഞാൻ റെഫറൻസ് എടുക്കാൻ നിൽക്കാത്തത്, ജസ്റ്റ് യു ഗോ ആൻഡ് റീഡ് ദ ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 23. അവസാനത്തെ ഉത്സവം. അവസാനത്തെ ഉത്സവം എന്താ? അവസാനത്തെ ഉത്സവം എന്നറിയാം? 7 ദിവസത്തെ ഉത്സവം, അവസാനത്തെ ഉത്സവം. I think God connected all these things together. 7 ദിവസത്തെ, അതായത് മതില് വീഴുന്ന അവസാനത്തെ 7 ദിവസത്തെ ഉത്സവം. 7-ാം ദിവസത്തിന് പ്രത്യേകതയുണ്ട്. 7 ദിവസം, 7 ദിവസം, 7-ാം നാളിൽ 7 പ്രാവശ്യം ചുറ്റും. അപ്പൊ എത്ര? 13. എന്തിനാ ഈ 13? ഏതായി 13? 7-ാമത്തെ ദിവസത്തിലെ 7 എന്തുമായിട്ട് ഇത് ബന്ധപ്പെട്ടാണ്? ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് സുക്കോത്ത്, കൂടാരപ്പെരുന്നാൾ. കൂടാരപ്പെരുന്നാളിൽ എന്താ സംഭവിക്കുന്നത്? കൂടാരപ്പെരുന്നാളിൽ 7 ദിവസം, തിശ്രീ മാസം 15-ാം തീയതി ആരംഭിക്കുക. ആദ്യത്തെ ദിവസം 13 കാളയർക്കണം. 13 കാള. 13 എന്ന സംഖ്യ അവിടെ അകത്തുണ്ട്. 13 കാളയർക്കണം. കൂടാരപ്പെരുന്നാളിന്റെ 2-ാം ദിവസം 12 കാള, 3-ാം ദിവസം 11 കാള, 4-ാം ദിവസം 10 കാള, 5-ാം ദിവസം 9 കാള, 6-ാം ദിവസം 8 കാള, 7-ാം ദിവസം 7 കാള. അപ്പൊ എവിടെ ആരംഭിക്കുന്നത്? 13. നിങ്ങൾ നോക്കിയേ, മിസ്രയീമിൽ യെരിഹോ മതിലിനെ 7 പ്രാവശ്യം ചുറ്റുന്നു. 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റുന്നു. 13 പ്രാവശ്യം. ഈ 13 എവിടെ തുടങ്ങുകയാണ്? എന്തിന്റെ ആരംഭമാണ്? സുക്കോത്ത്, കൂടാരപ്പെരുന്നാളിന്റെ ആരംഭമാണ്. കൂട്ടി നോക്കിക്കേ, എല്ലാം കൂടെ ചേർത്ത് 13, 12, 11, 10, 9, 8, 7. കണക്കറിയാവുന്നവർക്ക് ഈസി ആയിട്ട് മനസ്സിലായി. 70. എന്തോ 70? 70 രാജ്യങ്ങൾ, 70 നേഷൻസ് എന്ന് പറഞ്ഞാൽ കൂടാരപ്പെരുന്നാളിൽ ആരൊക്കെ ഉണ്ട്? ഇസ്രായേൽ മാത്രമല്ല, ലോകത്തിന്റെ മുഴുവൻ നാടുകളിലുള്ള മുഴുവൻ രാജ്യങ്ങളോടൊപ്പം അവിടെ നിന്ന് ദൈവത്താൽ വേർതിരിക്കപ്പെട്ട, ക്രിസ്തുവിനാൽ കഴുകപ്പെട്ട, നിത്യജീവൻ പ്രാപിപ്പാനായി തങ്ങളുടെ അങ്കി അലക്കി കടന്നു വരുന്ന മുഴുവൻ ലോകത്തിലേക്കും ദൈവത്തിന്റെ സുവിശേഷം എത്തുകയും അവർക്ക് ദൈവം തന്നോടൊപ്പം വസിപ്പാനുള്ള ഭാഗ്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുകയാണ്. ഇതാണ് നമ്മൾ സംഭവിക്കുന്നത് ഈ ലാസ്റ്റ് എൻഡ് ഓഫ് ദ എക്സഡസ്. ദിസ് ഈസ് വാട്ട് ഹാപ്പൻഡ് ഇൻ AD 70. AD 70 ഇതുവരെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഒരു ജാതിക്കും രക്ഷയില്ല. കാരണം രക്ഷ ജനങ്ങൾ ഇസ്രായേൽ തള്ളിക്കളഞ്ഞപ്പോൾ ജാതികൾക്ക് വന്നതല്ല പ്രിയപ്പെട്ടവരെ. ദൈവം റീപ്ലേസ് ചെയ്ത ആരെന്നറിയുമോ? അക്ഷരിക ഇസ്രായേലിനെ റീപ്ലേസ് ചെയ്തു. എന്നിട്ട് ആത്മീക യെരൂശലേമിനെ, ഇസ്രായേലിനെ ആരംഭിച്ചു. ആ ഇസ്രായേലിൽ ലോകത്തെ സകല ജാതികളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് പാസ്ഓവർ? ഒന്നാമത്തെ ലക്ഷ്യം, പോകുന്നത് വരെ, അവിടെ എത്തുന്നവരെ, റിമെമ്പർ ദ ഡെത്ത്. റിമെമ്പർ ദ ഡെത്ത്. എന്താ ഡെത്ത് ഓർക്കേണ്ടത്? യു ആർ ദ ഫസ്റ്റ് ബോൺ. യു ആർ ദ ഫസ്റ്റ് ഫ്രൂട്ട് ഓഫ് ദ ചർച്ച്. ദ ഫസ്റ്റ് ഫ്രൂട്ട് ചർച്ച്, ആദ്യ ഫലമായ സഭ. ഞാൻ പറഞ്ഞതിന്റെ ആഴം, ഐ നോ വാട്ട് ഈസ് ദ ഡെപ്ത് ഓഫ് ദാറ്റ് വേഴ്സ്. ഐ നോ ഇറ്റ് വെൽ. നിങ്ങൾക്ക് എത്ര പേർ ഗ്രഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഐ നോ ദാറ്റ് ദിസ് ഈസ് വാട്ട് വി ന്യൂ. നിങ്ങൾ അറിയേണ്ട പ്രധാന കാര്യം, ഇത് സെക്കൻഡ് എക്സഡസ്. ഈ സെക്കൻഡ് എക്സഡസിൽ എന്താ മനസ്സിലാക്കേണ്ടത്? കർത്താവ് ആരംഭിച്ച പെസഹ അതിന്റെ പൂർണ്ണതയിലെത്തുന്നത് പ്രോമിസ്ഡ് ലാൻഡിൽ. ഏതാ പ്രോമിസ്ഡ് ലാൻഡ്? ന്യൂ ഹെവൻസ് ആൻഡ് ന്യൂ എർത്ത്, ന്യൂ ടെമ്പിൾ, ന്യൂ ലോസ്, ന്യൂ ബ്ലെസ്സിങ്സ്, ന്യൂ പ്രോമിസസ്, ന്യൂ പ്രീസ്റ്റ്ഹുഡ്. എവറിത്തിങ് ഇസ് ന്യൂ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതുസൃഷ്ടി, എല്ലാം പുതിയതായി. ഞാൻ എൻ്റെ വാക്കുകൾ തൽക്കാലം ഒന്ന് വിരാമമിടുകയാണ്. മഹാദൈവം നിങ്ങളെല്ലാവരെയും
അനുഗ്രഹിക്കട്ടെ. ഞാൻ പാസ് ഓവർ അല്ലെങ്കിൽ തിരുമേശയെ സംബന്ധിച്ചതിൻ്റെ ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്, ഇതൊരു വലിയ ഡീപ്പ് സ്റ്റഡി എന്ന് വിചാരിക്കേണ്ട. ഇറ്റ്സ് എ ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്, യു ഷുഡ് നോ ഇറ്റ്. ആൻഡ് the next day I'll teach you about what is the how, എന്തുകൊണ്ടത് അനേകർ ബലഹീന രോഗിയായി എന്നുള്ളത് നമ്മുടെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയും. കർത്താവ് അതുവരെ എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. May the Lord really bless you all. Amen.